നമസ്കാരം. AMMA എന്ന് പറയുന്ന സംഘടനയുടെ താരസംഘടനയുടെ തലപ്പത്ത് നിന്നും നമുക്കറിയാം മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിൽ വരുന്നു. എന്നാൽ ഈ ഒരു രാജിയെ, ഇതിൻ്റെ എല്ലാ തെറ്റിൻ്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മാനസികമായ വിഷമം കൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെ നമുക്കത്ര നിഷ്കളങ്കമായ ഒരു രാജിയായി കാണാൻ കഴിയുമോ? നമ്മൾ ഒറ്റടിക്ക് നോക്കിയാൽ നിഷ്കളങ്കമായ രാജി തന്നെയാണ്. പക്ഷെ കൂടുതലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതത്ര നിഷ്കളങ്കമായ രാജിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൻ്റെ പത്രക്കുറിപ്പിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയാണ്? ഇതിനേക്കാൾ കെൽപ്പുള്ള നേതൃത്വത്തിൻ്റെ കയ്യിൽ ഭംഗിയായിരിക്കട്ടെ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ ഒരു രാജിക്കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ നമുക്കത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നത് തന്നെ. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഈ പറയുന്ന AMMA എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് നിന്നും ഈ പറയുന്ന പോലെ മോഹൻലാൽ രാജിവെക്കുന്നു, സിദ്ദിഖ് രാജിവെക്കുന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവ് 17 അംഗങ്ങൾ രാജിവെക്കുന്നു. അങ്ങനെ എല്ലാവരും രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ തന്നെ ചില പിണക്കങ്ങളുണ്ട്. ഞങ്ങൾക്ക് രാജിയുടെ ആവശ്യമില്ലായിരുന്നു എന്ന് അനന്യ അടക്കമുള്ള നടിമാർ വന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അവരതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഇപ്പോൾ രാജിവെച്ചവർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അതിനുശേഷം ചില ആൾക്കാരുടെ, ചില താരങ്ങളുടെയൊക്കെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങൾ ഇതിൻ്റെ തലപ്പത്തേക്ക് വരണം എന്നുള്ളതാണ് പലരും ഉയർത്തുന്ന ആവശ്യം. അപ്പോൾ അത്തരം ആവശ്യങ്ങളെ നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം. സത്യത്തിൽ ഇവരെല്ലാം ക്ലീൻ ഇമേജ് ഉള്ള നടന്മാരാണ്. ഇതുവരെയായി ഈ AMMA എന്ന് പറയുന്ന താരസംഘടനയുടെ തലപ്പത്തുള്ള ഒട്ടുമിക്ക നടന്മാർക്കെതിരെയും ഈ തരത്തിലുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന പോലെയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ സിദ്ദിഖ് 2 കേസുകളുമായി മുന്നിട്ട് നിൽക്കുന്നു. തൊട്ടിട്ട് പിന്നാലെ തന്നെ 2 കേസുകളോടുകൂടി ജയസൂര്യൻ സ്വന്തം നില മെച്ചപ്പെടുത്തി. തൊട്ട് പിന്നാലെ എത്തുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനത്തെ വീണ്ടും 2 കേസോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലയെ മെച്ചപ്പെടുത്തി എന്ന് പറയുന്ന തരത്തിലൊരു ദൃക്സാക്ഷി വിവരണമൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഇപ്പോൾ ബാബുരാജ് വന്നു കഴിഞ്ഞാൽ ബാബുരാജിനെതിരെ ഒരു കേസ് വരുന്നു. അപ്പോൾ നിലവിൽ എല്ലാവർക്കും എതിരെ കേസുകളായി. ആകെപ്പാടെ ഒരു ക്ലീൻ ഇമേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങൾക്ക് മാത്രമാണ്, അവർക്കെതിരെ മാത്രമാണ് കേസുകളൊന്നും നിലവിൽ ആരും പറയാത്തത്. ഇനി നാളെ പറയുമോ എന്നറിയില്ല, അത് വേറൊരു കാര്യം. ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ മോഹൻലാൽ പൃഥ്വിരാജിനിട്ട് കൃത്യമായി ചെക്ക് വെച്ചതാണ് എന്ന് മനസ്സിലാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നു, നിരവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അതോടൊപ്പം സിനിമകളിൽ സജീവമായി ഇരിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കുന്നു. സിദ്ദിഖ് കൂടി വന്നതോടുകൂടി നില ഭദ്രമായി. സിദ്ദിഖിനും സിനിമകളുണ്ട് എങ്കിൽ പോലും സിദ്ദിഖും കൂടി വന്നതോടുകൂടി നില ഭദ്രമായി എന്ന് തന്നെയാണ് മോഹൻലാൽ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അതിനെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായി പരിശോധിക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ ചില നിലപാടുകളുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ചങ്കൂറ്റത്തോടെ പലതും വെട്ടിത്തുറന്ന് വിളിച്ചു പറയാൻ ശേഷിയുള്ള ഒരേ ഒരു നടൻ പൃഥ്വിരാജാണ് എന്ന് മനസ്സിലാവും. നമുക്കറിയാം ദിലീപിൻ്റെ വിഷയം വന്ന സമയം, നടിയെ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപിനെ തള്ളിക്കളയുന്ന സമീപനമായിരുന്നു പൃഥ്വിരാജ് സ്വീകരിച്ചിരുന്നത്. അതായത് ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം പൃഥ്വിരാജ് ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ നിലപാടുകളിൽ നിന്നും ഇനി അണുകിട വ്യതിചലിക്കാത്ത രീതിയിലാണ് പൃഥ്വിരാജ് പലപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാകട്ടെ, ഒരു വിഷയത്തെ പഠിക്കുന്നതായിക്കോട്ടെ. പക്ഷേ ഇപ്പോഴത്തെ വിഷയത്തിലും അത് തന്നെ സംഭവിച്ചു. ഇപ്പോഴത്തെ വിഷയത്തിലും അമ്മയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് പറയുന്നു. അതായത് അമ്മ എന്ന് പറഞ്ഞ AMMA താരസംഘടന, ഈ താരസംഘടനയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ള നിലയിലാണ് മോഹൻലാൽ ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, നമ്മൾ കഴിഞ്ഞ ദിവസം ധർമ്മേം ബോൾഗാട്ടിയുടെ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കണം. ധർമ്മേം ബോൾഗാട്ടി പറഞ്ഞത് ഇവിടെ ഈ AMMA എന്ന് പറയുന്ന താരസംഘടനയിൽ മാസം തോറും എല്ലാ 1-ാം തീയതി ഒരു കൈനീട്ടം എന്നുള്ള നിലയിൽ ഇപ്പോൾ മുതിർന്ന ചലച്ചിത്ര താരങ്ങൾക്ക് ഒരു തുക കൊടുക്കുന്നുണ്ട്. ചിലരുടെ ചികിത്സാ സഹായങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് തീർച്ചയായും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മുന്നിൽ നിർത്തിയാൽ മാത്രമേ നടക്കൂ എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. വേറെ ഒരുത്തം വിചാരിച്ചാലും ഫണ്ട് റേസിംഗ് നടക്കില്ല എന്ന് ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പരിശോധിക്കുമ്പോൾ ഇനി നിങ്ങൾ കുറച്ച് പേരൊന്ന് ഉണ്ടാക്കി കാണിക്കുക, ഇത് ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ
അതിൽ നിന്ന് തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ട് യുവതാരങ്ങളുടെ മേലേക്ക് ഈ സംഘടനയെ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മോഹൻലാൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തനിക്ക് ഒഴിയാനും വയ്യ, എന്നാൽ മറ്റൊരാളെ ഏൽപ്പിക്കാനും കഴിയില്ല. അങ്ങനെ അഥവാ ഈ പറയുന്ന താരങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി പൃഥ്വിരാജോ അല്ലെങ്കിൽ ഈ പറയുന്ന യുവതാരങ്ങൾ ആരെങ്കിലും തലപ്പത്ത് വന്നിരുന്നാൽ കൃത്യമായി മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ ഇതിൽ നിന്ന് പിൻവലിയുക എന്ന് മാത്രമല്ല, അവർ നിശബ്ദരായി ഇതിൻ്റെ പിന്നാലെ തുടരുകയും ചെയ്യും. തുടർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഫണ്ടുകളും ഇനി AMMA എന്ന് പറയുന്ന സംഘടനയെ തേടിയെത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന കൈനീട്ടവും ചികിത്സാ ധനസഹായമെല്ലാം അപ്പാടെ നിലയ്ക്കും. ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിക്കും. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റീത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സംഘടന ഈ AMMയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. അതൊക്കെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ച വന്നിരുന്നു. ഇനിയിപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും കൂടി ഇതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ ഫണ്ട് പിരിവിൻ്റെ കാര്യം മൊത്തത്തിൽ അവതാളത്തിലാകും. അല്ലെങ്കിൽ വരാനുള്ള ഫണ്ടുകൾ പോലും തടഞ്ഞു വെക്കാനുള്ള ശേഷി ഈ മുതിർന്ന 2 താരങ്ങൾക്കുണ്ട്. അതുമല്ലെങ്കിൽ ദിലീപ് വിചാരിച്ചാൽ നടക്കും, ഈ പറയുന്ന മോഹൻലാൽ വിചാരിച്ചാൽ നടക്കും, മമ്മൂട്ടി വിചാരിച്ചാൽ നടക്കും, സിദ്ദിഖ് വിചാരിച്ചാൽ നടക്കും. ആരോപണ വിധേയരായ എല്ലാവർക്കും AMMA എന്ന് പറയുന്ന സംഘടനയിൽ വലിയ പ്രാമുഖ്യമുണ്ട്. അവരൊക്കെ ഹൈ പെയ്ഡായിട്ട് നിൽക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരിലൂടെ തന്നെ ആയിരിക്കും പലപ്പോഴും ഫണ്ട് AMMA എന്ന് പറയുന്ന സംഘടനയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പൃഥ്വിരാജിനിട്ട് കൃത്യമായി ചെക്ക് വെച്ചിരിക്കുകയാണ്. എന്നാൽ പൃഥ്വിരാജ്, നീ വലിയ വായിൽ ഗീർവാണം അടിക്കുന്നു, നീ ഒന്ന് കാണിച്ചുക, അല്ലെ നീ എൻ്റെ തലപ്പത്തിരുന്ന് ഇതിനെ മര്യാദയ്ക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചതാ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ മോഹൻലാലിൻ്റെയും ഈ പറയുന്ന എല്ലാ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും രാജിയിലൂടെ വിളിച്ചു പറയുന്നത്. അതായത് ഫണ്ട് വരവ് കുറയും. അങ്ങനെ ഫണ്ട് വരവ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല പ്രവർത്തനങ്ങളും, ഈ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അടക്കമുള്ള പല പ്രവർത്തനങ്ങളും അവതാളത്തിലാകുകയും ചെയ്യും. അത് ഇനിയും വരാൻ പോകുന്ന ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഈ സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇതുവരെ സംഘടന കൊടുത്തിരുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തേണ്ടത് അത്യാവശ്യവുമാണ്. അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് പേരുദോഷമുണ്ടാകും. സംഘടനയ്ക്ക് മാത്രമല്ല, അതിലൂടെ ഈ തലപ്പത്തിരിക്കുന്ന യുവതാരങ്ങൾക്കും പേരുദോഷമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുഴം നീട്ടിയാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ താരസംഘടനയുടെ തലപ്പത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത്. രാജിവെച്ചതിന് അതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയ താരങ്ങളും അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ഇത് യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയായി തീരും എന്നുള്ള കാര്യം തീർച്ച.